തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു മീൻകറി റെസിപ്പിയാണ്. ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില എല്ലാം കൂടി ചതച്ച് ഒരുമിച്ചങ്ങ് ഇട്ടേക്കാണ് കേട്ടോ. ഒരു 3-4 കഷ്ണം നമ്മുടെ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മുഴുവനായിട്ടുള്ള നമ്മുടെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി കൂടെ മടക്കിട്ടൊന്ന് തൂക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് നമ്മുടെ മുളക് ഇട്ട കറിയാണ് കേട്ടോ. മുളക് കറി എന്താ പറയുക, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ, നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. തിളച്ച് വരട്ടെ. സത്യം പറഞ്ഞാൽ തിളച്ച് വരുമ്പോഴാണ് അങ്ങോട്ട് മീൻ ഇട്ട് കൊടുക്കണം. ഞാൻ അതിന് മുമ്പേ തന്നെ മീൻ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻ കഷ്ണങ്ങൾ വേറൊന്നും അല്ല, നമ്മുടെ കേരയാണ് കേട്ടോ. ഞാൻ അന്ന് വറുത്തരച്ച് വെച്ച ചട്ടി ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മീനിൻ്റെ ബാക്കി കുറച്ചിരുന്ന എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്ന് വറുത്തരച്ചതല്ല, ഇന്ന് മുളകിട്ടതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന തട്ടിക്കൂട്ട് മീൻകറി ആണെങ്കിൽ തന്നെയും, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലുണ്ടല്ലോ ഒരു കുറവില്ലേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക, വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. സംഭവം ഈസി. പിന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ല എന്താ ഒരു മണമൊക്കെ വരുന്നതെന്നറിയോ. നല്ല തിളയൊക്കെ വന്നിങ്ങനെ നിൽപ്പുണ്ട്. കറിയൊക്കെ നല്ല പാകമായി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെള്ളത്തിൽ കിടക്കുമെന്ന്. വെള്ളത്തിലൊന്നും അല്ല, കറക്റ്റ് നല്ല പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇളക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം ഒരുപക്ഷെ കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് കറിവേപ്പിലയ്ക്കൊന്നും ഒരു കുറവില്ലാത്ത കാരണം എൻ്റെ റെസിപ്പികളിലെല്ലാം കറിവേപ്പിലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണാട്ടുകരക്കാരുടെ എല്ലാം കുംഭഭരണി ആഘോഷത്തിന് തിരക്കിലായിരിക്കും ഇല്ലേ. എല്ലാവർക്കും എന്താ പറയുക, മുൻകൂട്ടി ഞാൻ കുംഭഭരണി ആശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ പോലെ കുംഭഭരണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിലുണ്ടാകുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനല്ലേ, സാഹചര്യം കൊണ്ട് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായിരുന്നുണ്ട്. എന്നാലും ഞാൻ ഇവിടെ ആഘോഷിക്കും കേട്ടോ. എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ. ഇതിന് മുൻപേ തന്നെ ഞാൻ കൊഞ്ചുമാങ്ങയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചുമാങ്ങയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക കേട്ടോ. പിന്നെ ഈ മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെയും ഒന്ന് അപ്ലോഡ് ചെയ്തേ ഉള്ളേ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതാ നമ്മുടെ മുളകിട്ട കറിയുടെ റെഡി ആയിട്ടുണ്ട്, കേരക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പുതിയ ചട്ടി ഞാൻ വീണ്ടും ഒന്നും കൂടി നേരത്തെ ഞാൻ വറുത്തരച്ച് വെച്ചു, ഇപ്പോൾ മുളകിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേര മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.